ഹലോ, വെൽക്കം ബാക്ക് ടു ദുസ്പെരുമ്പ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഖത്തറിൽ സ്പോർട്സ് ഡേ ആണ്ട് അവധിയാണ്. അപ്പോൾ ഇന്ന് ലീവാണ് നമ്മൾക്ക്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഇതിന് മുമ്പിട്ട വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പച്ചക്കറിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ടു നോക്ക്. ഇപ്രാവശ്യം നമ്മൾ സാധാരണ നമ്മൾ ഇടുന്ന വിത്തിനേക്കാളും ഒരുപാട് വിത്തുകൾ നമ്മൾ ഇപ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. മാക്സിമം നമ്മൾക്ക് കിട്ടിയ ഔട്ട്പുട്ടിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയത് തക്കാളിയിൽ മാത്രമാണ്. തക്കാളി ഇഷ്ടം പോലെ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലതരം വിത്തുകളും പക്ഷേ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. സാധാരണ ഇവിടുത്തുള്ള ലുലു എന്നൊക്കെ വാങ്ങിക്കുന്ന സീഡ്സ് നല്ലോണം നല്ല ഉഷാറായി വള്ളികളായി കഴിഞ്ഞാലും തൈകളായി കഴിഞ്ഞാലും നല്ല ഉഷാറായിട്ട് കിട്ടലുണ്ട്. പക്ഷേ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വിത്തിൻ്റെ മോശമാണോ അല്ല നട്ടാളെ മോശമാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മെയിനായിട്ട് ഈ പയറിൻ്റെ വള്ളിയൊക്കെ ആശിച്ചിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ നെറ്റൊക്കെ കെട്ടി ഉഷാറാക്കിയത്. പക്ഷേ പയറിൽ ഒറ്റ ഒരു പൂ പോലും വീണില്ല. എന്താണ് പ്രശ്നം എന്നറിയില്ല. ഈ തക്കാളിയുടെ വിത്ത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല കേട്ടോ. അത് ഇവിടുത്തെ തന്നെ ലോക്കലി കിട്ടുന്ന തക്കാളിയുടെ ഇത് തന്നെ നട്ടിട്ടുണ്ടാക്കിയതാണ്. തക്കാളി വാങ്ങിച്ചിട്ട് അത് മോശമായ തക്കാളിയൊക്കെ ഇട്ട് അതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ് തക്കാളി. പിന്നെ ഈ പച്ചമുളക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടയായിരുന്നു. ഇപ്പോൾ പച്ചമുളകും ഇപ്പം രണ്ടും പച്ചമുളകും കാന്താരിയും കൂടി ഒരേ ഇതിൽ തന്നെ നട്ടയായിരുന്നു. പക്ഷെ രണ്ടും നല്ല ഉഷാറായിട്ട് വന്നിരുന്നു. ഇപ്പോൾ കുറച്ചൊരു ഡള്ളായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അതിന് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. മല്ലിയുടെ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാലും മല്ലി നട്ടിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യം കിട്ടിയിരുന്നു. ഞാൻ കട്ട് ചെയ്ത് ഇത് ബാക്കിയുള്ള ലാസ്റ്റുള്ള ഇതാണ് മല്ലിയുടെ ഇല. അത് നല്ല നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ ആകെ കിട്ടിയ വണ്ടയുടെ കുറേ വിത്തിട്ടയിൽ നിന്ന് ആകെ കിട്ടിയത് ഈ ഒറ്റ തൈയാണ്. ആ തൈയിൽ ഇപ്പോൾ 2 എണ്ണം പിടിച്ചിട്ട് കാണുന്നുണ്ട്, കായ്ച്ചിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നതിനാൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടും, ചിലപ്പം കിട്ടില്ല. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു സമയം പോക്ക് അത്ര തന്നെ. നമ്മൾക്ക് കിട്ടുന്ന ചെറിയ ഫ്രീ ടൈമിന് നമ്മൾ ഇത് കണക്കിന് എന്തെങ്കിലും ചെയ്യും. ഇനിയും മുന്നോട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ചാനൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഷോർട്ട് വീഡിയോസ് കണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നും മുന്നോട്ട് വീഡിയോ ചെയ്ത് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.